ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യങ്ങൾ നേരായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതെ, അന്നേ ദിവസം നൂർജഹാനെ ആ വീട്ടിൽ കൊണ്ടുപോയ ദിവസം നസീർ ആ വീട്ടിൽ വന്നിരുന്നു. എന്താ അതിന്റെ സത്യം? ആ വീട്ടിൽ വെച്ച് നൂർജഹാൻ നസീറിനെ കണ്ടായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? നസീറിനെ ആ വീട്ടിൽ വെച്ച് കണ്ടോന്നാ ചോദിച്ചത്. ഇല്ല, ആ വീട്ടിൽ നസീർക്ക് വന്നിട്ടില്ല. കള്ളം പറയുന്നോടി. നിന്നെ അവിടെ കണ്ടെന്നും പറഞ്ഞ് നസീർ എനിക്ക് വെറുതെ ഫോൺ ചെയ്യോ? ഞാൻ കണ്ടെങ്കിലല്ലേ കണ്ടെന്ന് പറയാൻ പറ്റൂ, അല്ലാതെ കാണാത്ത ആളെ കണ്ടെന്ന് പറയാൻ പറ്റൂ? തർക്കുത്തരം പറയുന്നോ? ഇവള് പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കരണടിച്ച് ഞാൻ പൊട്ടിക്കും. പറയടി സത്യം. നീ ആ വീട്ടിൽ വെച്ച് നസീറിനെ കണ്ടില്ലേ? എടി കണ്ടില്ലേന്ന്? അബൂ, അവളെ തൊട്ടു പോകരുത്. അവളെ ഉപദ്രവിക്കരുത്. നസീറിനെ കാണാനില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റു സ്ഥലങ്ങളിലല്ല. അവരന്വേഷിക്കട്ടെ, എന്നിട്ട് സത്യം എന്താണെന്ന് അറിയിക്കട്ടെ. അതിൽ എന്റെ മകൾ നൂർജഹാൻ തെറ്റുകാരിയാണെങ്കിൽ അവര് ശിക്ഷിക്കട്ടെ. അതല്ലേ അബൂബക്കറെ അതിന്റെ ഒരു ശരി. അപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും മകളും ഒക്കെ ശരി, അബൂബക്കർ ഒരു തെറ്റും. എന്റെ മകൻ നസീറിനെ കാണാത്തതേ എന്റെ മാത്രം നഷ്ട. ആ നഷ്ടം അവന്റെ തള്ളയ്ക്ക് പോലുമില്ല. നസീറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുക. ഗൾഫിലായിരുന്ന അബൂബക്കറിന് ചിലപ്പോ അതൊന്നും അറിയാനിടയില്ല. അതുകൊണ്ട് കൂടിയാ ഞാനിപ്പോ ഇതിവിടെ പറയുന്നത്. അവന് കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു. ചില ചുറ്റിക്കറങ്ങലുകളും മയക്കുമരുന്ന് ബന്ധങ്ങളും അവനുണ്ടായിരുന്നു. ഞാൻ ഈ വീണുപോയ അവസ്ഥയിലാ എന്റെ മകളുടെ വിവാഹമൊക്കെ നസീറുമായിട്ട് ഇവർ ഉറപ്പിക്കുന്നത്. ആദ്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് മതി കല്യാണാലോചനയും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്തിനാണെങ്കിലും അവൻ മരണമല്ലോ. IG ഹമീദിനെ തന്നെ ഏൽപ്പിക്കേ. അതാവുമ്പോ അബൂബക്കറിന്റെ സുഹൃത്തല്ലേ. എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല അപാകതയുണ്ടോ? ഇതല്ലേ അതിന്റെ ശരിയായ വഴി. അല്ലാതെ എന്റെ മോളെ തല്ലിച്ചതച്ചിട്ടോ മറ്റുള്ളവരെ അന്വേഷിച്ചിട്ടോ ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്കാണ് പോവേണ്ടത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണ്. ആ അബൂബക്കറെ, സുബൈർ പറഞ്ഞതാണ് എന്റെ ശരി. നിയമം നിയമത്തിന്റെ വഴിക്ക് വിടുക, നമുക്ക് അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കാം. അപ്പോ ഇനി ഇതിന്റെ പേരിൽ വേറെ ചർച്ചയില്ല. ഹമീദ് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. സാറ് വരാന്ന് പറഞ്ഞല്ലേ, വരാതിരിക്കില്ല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം.
വരണം. ആ കാര്യങ്ങൾ ഒരല്പം കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. എനിക്കൊരു 100 കൂട്ടം ജോലി തിരക്കുണ്ട്. പക്ഷേ താൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വരൂ, അകത്തേക്കിരിക്കാം. വരൂ സർ, വരൂ, ഇരിക്കൂ. എടോ, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത്. ഇല്ലെങ്കിൽ CA റാങ്കിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് തീർപ്പാക്കേണ്ട കേസാണിത്. താൻ പറ, എന്താണ് എനിക്കിപ്പോ പറയാനുള്ളത്? എന്റെ മകൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ മാത്രമല്ല, ഒരാളും അവനെ കണ്ടിട്ടില്ല. ഞാൻ അവസാനമായി കേട്ട ശബ്ദം ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മകൻ നസീറിന് എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് നൂർജഹാനെ അവൻ കണ്ടു എന്ന് അവൻ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞതാ. അതിനപ്പുറത്തേക്ക് എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല ഹമീദെ. താനൊന്ന് എന്നെ സഹായിക്കണം. തനിക്കറിയാലോ, മറ്റാരോടും എനിക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റില്ല. നൂർജഹാനെ നസീർ കണ്ടെന്ന് പറഞ്ഞല്ലേ ഫോൺ ചെയ്തത്? അതെ. അപ്പോ നൂർജഹാനും നസീറും പരസ്പരം കണ്ടു കാണുമല്ലോ? കാണും. പക്ഷെ അവളത് കണ്ടു സമ്മതിക്കുന്നില്ലല്ലോ. അവള് കള്ളമാണ് പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം നൂർജഹാനെ ആ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോരാനേ നസീർ ശ്രമിക്കൂ. അല്ലാതെ നസീർ അവിടുന്ന് പോരൂല. അവന്റെ ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും തന്റെ സംശയം തീർത്ത് കളയാം. താൻ ആ നൂർജഹാനെ വിളിക്ക്. അവൾ എന്താ പറയുന്നു നോക്കട്ടെ. അവളെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. ഹമീദ് സാറിന് നിന്നോട് എന്താ ചോദിക്കാനുണ്ടെന്ന്. നൂർജഹാനെ, ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ ഏറ്റെടുത്തത് തന്നെ നിങ്ങൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരുത്താതെ കാര്യങ്ങൾ നേരായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. അതെ, അന്നേ ദിവസം നൂർജഹാനെ ആ വീട്ടിൽ കൊണ്ടുപോയ ദിവസം നസീർ ആ വീട്ടിൽ വന്നിരുന്നു.